ഇന്നലെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത കാണാൻ കഴിഞ്ഞു. കേരളത്തിൽ ജൻസികൾക്കിടയിൽ HIV കേസുകൾ വർദ്ധിക്കുന്നുവെന്ന വാർത്തകൾ, കണക്കുകൾ നിരത്തി പറയുന്നു. അത് കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത ആശങ്ക തോന്നി. HIV-യെക്കുറിച്ചുള്ള ഭയം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത കാലമാവുകയാണോ നമ്മുടേത്? ബന്ധങ്ങൾ വലിച്ചെറിയുന്ന കാലം. ഉടുത്തിരിക്കുന്ന വസ്ത്രം അഴിച്ചു മാറ്റി മറ്റൊന്ന് ധരിക്കുന്നത് പോലെ ബന്ധങ്ങളും അത്ര ലാഘവത്തോടെ മാറ്റിവെക്കുന്ന കാലം. പണ്ടും പ്രണയമുണ്ടായിരുന്നു, കാത്തിരിപ്പുണ്ടായിരുന്നു, വിരഹമുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. പല ബന്ധങ്ങളിലും ശരീരത്തിന് മുമ്പ് മനസ്സുണ്ടായിരുന്നു. ശാരീരിക അടുപ്പത്തിന് മുമ്പ് വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു. ബന്ധത്തിന് മുമ്പ് ഉത്തരവാദിത്വമുണ്ടായിരുന്നു. ചതിയും വഞ്ചനയും അന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല, ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധാരണ ജീവിതത്തിൻ്റെ സ്വാഭാവിക രീതിയായി മാറിയിരുന്നില്ല. ഇന്ന് അങ്ങനെയാണോ? അടുക്കുന്നത് ഞൊടിയിടയിൽ, അകലുന്നതും ഞൊടിയിടയിൽ. ഒരു മെസ്സേജിൽ പരിചയം, ഒരു കാളിൽ അടുപ്പം, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രണയം, പിന്നെ ഒരു ബ്ലോക്കിൽ ബന്ധം അവസാനിക്കുന്നു. തേപ്പ് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾ അല്ലെങ്കിൽ ഒരാത്മഹത്യ. അതിനിടയിൽ റീലും ഇൻസ്റ്റയും സോഷ്യൽ മീഡിയയും സജീവം. ലൈംഗികത തെറ്റല്ല, പക്ഷേ ഈ തലമുറ ലൈംഗികതയിൽ നിന്ന് ഉത്തരവാദിത്വത്തെ ഒഴിവാക്കുന്നതാണ് അപകടകരം. സ്വാതന്ത്ര്യം വേണം, തീർച്ചയായും വേണം. പക്ഷെ അതോടൊപ്പം വിവേകവും സമ്മതവും സുരക്ഷയും ഉത്തരവാദിത്വവും വേണം. HIV-യെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ രോഗത്തെ മാത്രം ചർച്ച ചെയ്താൽ പോരാ. നമ്മുടെ ജൻസിയോട് സംസാരിക്കണം. HIV ടെസ്റ്റിംഗ് എപ്പോൾ ചെയ്യണം? STIകളെക്കുറിച്ച് എന്താണ് അറിയേണ്ടത്? കൺസെൻ്റ് എന്താണ്? ഒരു ബന്ധത്തിൽ മറ്റൊരാളുടെ മനസ്സിനോടും ശരീരത്തോടും എങ്ങനെ ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറണം? ഇതെല്ലാം പഠിക്കണം. ലൈംഗിക വിദ്യാഭ്യാസം മാത്രം പോരാ, ബന്ധങ്ങളുടെ വിദ്യാഭ്യാസവും വേണം. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശരീരം മാത്രം സ്വന്തമാക്കാനുള്ള അവകാശമല്ല പ്രണയം. പ്രണയം എന്നത് മറ്റൊരാളുടെ മനസ്സിനോടുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. ഇന്ന് HIV കേസുകളെക്കുറിച്ചുള്ള വാർത്ത നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ഭയത്തെ കളങ്കമാറ്റി മാറ്റരുത്. HIV ഉള്ളവരെ കുറ്റപ്പെടുത്തരുത്, ഒറ്റപ്പെടുത്തരുത്, അപമാനിക്കരുത്. പകരം ചോദിക്കേണ്ടത് ഇതാണ്: എവിടെയാണ് നമുക്ക് ബോധവൽക്കരണം നഷ്ടപ്പെട്ടത്? എവിടെയാണ് ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടത്? എവിടെയാണ് ബന്ധങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടത്? നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നു, നല്ല ജോലി നേടാൻ പഠിപ്പിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരു ബന്ധത്തെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ അടുത്ത തലമുറ കൂടുതൽ സ്വതന്ത്രരാകണം. പക്ഷേ ആ സ്വാതന്ത്ര്യം മനുഷ്യത്വമില്ലാത്ത ലാഘവമായി മാറരുത്. ബന്ധങ്ങൾ മാറാം, കാലം മാറാം, ജീവിത രീതികൾ മാറാം. പക്ഷെ മാറിപ്പോകരുതാത്ത ചില മൂല്യങ്ങളുണ്ട്: സ്നേഹം, വിശ്വാസം, ബഹുമാനം, സമ്മതം, സത്യസന്ധത, ഉത്തരവാദിത്വം. അവ നഷ്ടപ്പെട്ടാൽ നമ്മൾ രോഗങ്ങളെ മാത്രം നേരിടേണ്ടി വരില്ല, ബന്ധങ്ങളില്ലാത്ത ഒരു സമൂഹത്തെയും നേരിടേണ്ടി വരും. അതിനാൽ ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം HIV എത്ര വർദ്ധിച്ചു എന്നത് മാത്രമല്ല, നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നതെന്നാണ്. ആ ചോദ്യം നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട സമയമാണിത്. അമ്മമാർ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധിക്കണം. അവരെ സ്നേഹിക്കണം. അവരുടെ നടപ്പും കൂട്ടും മനസ്സിലാക്കണം. അവർ നിങ്ങളെ സ്നേഹിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ ഉറപ്പായും അവർ നല്ല വഴിയിലാണെന്ന് കരുതാം. അവരെ വഴിതിരിച്ച് വിടുന്നവരാകരുത്, വഴി നടത്തുന്നവരാകാം.